ഇരിക്കല്ലേ. എന്തൊരു പണിയാമാ. ഞാൻ എന്തോരം അവിടെ നിന്ന് വിളിച്ച് ഒന്ന് തിരിഞ്ഞു പോലെ നോക്കാതെ എന്തൊരു പോക്കാ പോയെ. എന്തെങ്കിലും ഒരു ആവശ്യത്തിനല്ലേ വിളിക്കുന്നത്. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഓടിയത് ഓടിയത് അപ്പൊ മാല പറിച്ചോണ്ടോ മാല പറിച്ചോണ്ടോ? ആരുടെ? ഒന്നുമല്ല, മാല പറിച്ചിട്ടുണ്ട്. നീ നല്ല വെട്ടി ഞാൻ തരും കേട്ടോ. മാല പറിച്ചിട്ടുണ്ട്. അമ്മാവൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ആരുടെയോ ബൈക്കിൽ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ച് അയാള് കയറ്റി. പക്ഷെ അമ്മാവനായ വണ്ടി കയറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവൻ ഏതോ ഒരു പെങ്കൊച്ചിന്റെ മാല പൊട്ടിച്ചോണ്ട് ഓടി. കത്താവേ, പാങ്ങോട് ചന്ദ്രൻ അവിടെ ഓ അറിഞ്ഞാ? അവിടെ എല്ലാവരും അവിടെ ആൾ കൂടിയിരിക്കുക. ക്ലീറ്റമച്ചമ്മയും പ്രവർത്തനം അവിടെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ കനകമച്ചമ്മയും പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആരും കണ്ടില്ല എന്നല്ലേ പറഞ്ഞേ? അതറിയൂല്ലോ. പിന്നെ മാമൻ എടാ, ആമാവനിവിടെ ഉണ്ട്. ടെൻഷൻ അടിച്ചിരിക്കുവാ. എന്തുവാടാ? ഇല്ല, കഴിച്ചിട്ടില്ല. ശരി ശരി. എന്താ എന്താ കുട്ടിയെ? എന്തു? ഒന്നുമില്ല. ഈ കനകം വിളിച്ചതേ, അവിടെ ഈ CCTV ഒക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ അമ്മാവൻ ഓടണത് ഏതോ CCTVയിൽ കണ്ടിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്നേ ഒന്ന് ഒപ്പിട്ടിട്ട് വരാൻ പറഞ്ഞു. ചെല്ല്, ക്ലീറ്റോ ഇപ്പൊ വരും അമ്മാവനെ കൊണ്ടുപോവാൻ. എന്റെ അമ്മാവൻ നമ്മൾ എന്തിനാ പേടിക്കണേ? പൂജപ്പുര സ്റ്റേഷനിലോട്ട് എല്ലാനാ പറഞ്ഞേ. ഇത് ഒപ്പിടാനല്ല, ഇത് അറസ്റ്റ് ചെയ്യാനാ വിളിക്കുന്നത്. ഇനി പൂജപ്പുര ജയിലാക്കും. CCTV മുഖം വ്യക്തമായിട്ടുണ്ടല്ലോ, അതാണ് തെളിവ്. ഒന്നും മിണ്ടാതിരിക്കണ്ട റൊണാൾഡേ, അല്ലെങ്കിലേ ചത്തിരിക്കുവാണ്. ഇനി കൊല്ലണോ? ഇല്ല, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ മരുമോൻ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലും അമ്മ പൂജപ്പുര ജയിലിലും. അതേടാ, വൈകാതെ നീയും പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരും. റോസ്മേരി നിനക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ പോകണം. എപ്പല്ല കൊടുക്കാൻ പോണ അവള് വിളിച്ചിരുന്ന തന്നെ. ഉമ്മ എന്തെങ്കിലും ഒരു തീ പിടിച്ച അതിൽ പെട്രോളും കൂടെ ഒഴിച്ചോളണം. ഒന്നുമില്ല, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ടാ. മാവാ അവിടെ ഒന്ന് മൊഴി കൊടുക്കണം. ആ കനകം വിളിച്ച് ബാക്കിയെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വരാം. ഈ പ്രായത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കണ്ട. അമ്മാവൻ കുറ്റം ചെയ്തില്ലല്ലോ, നമുക്കത് പറയണല്ലോ. അത് പറയാനാണ് നമ്മൾ സ്റ്റേഷനിൽ പോണത്. ഞാനും വരണല്ലേ? അമ്മാവൻ ഇച്ചിരി കഞ്ഞെങ്കിലും കുടിച്ചിട്ട് പോകും. എന്തോ ഒരു പ്രവേശം, ബാത്റൂം പോണം. ബാത്റൂം പോയിട്ട് പോയാൽ പറ. എന്നാ പോയിട്ട് വാ. മിക്കവാറും സ്റ്റേഷൻ ഡയറക്ടർ സെൻട്രൽ ജയിലിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയായിരിക്കും പോലീസുകാരെ. ഇതേ ഈ കേസിന്റെ വിധിയൊക്കെ വരാൻ ചിലപ്പോൾ കുറച്ച് വൈകും. പക്ഷെ ഗാർഹിക പീഡനത്തിന് കുറച്ചുകൂടെ പെട്ടെന്ന് അതിന്റെ വിധി വരുമെന്നാണ് പറയുന്നത്. തയ്യാറായി നിന്നോ കേട്ടാ. റോസ്മേരി അങ്ങനെ ചെയ്യൂലേ?